ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ രേഖകൾ ആവശ്യപ്പെട്ട് ഇഡി ഓഫീസിലെത്തി വിജിലൻസ് സംഘം. വിജിലൻസ് കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബുവിനെതിരായ കേസിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകി. കേസിൽ ഒന്നാം പ്രതിയായ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജൂൺ 11 മാറ്റി. അനീഷ് ബാബുവിനെതിരായ കേസിലെ രേഖകൾ ആവശ്യപ്പെട്ട് 2 തവണ കത്ത് നൽകിയിട്ടും മറുപടി ലഭിക്കാതെ വന്നതോടെയാണ് വിജിലൻസ് നടപടി. വിജിലൻസ് സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ നേരിട്ടെത്തിയാണ് കത്ത് നൽകിയത്. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കൈക്കൂലി കേസിലെ പരാതിക്കാരനായ അനീഷ് ബാബുവിനെതിരായ ECIRലെ വിവരങ്ങൾ ആവശ്യപ്പെട്ടാണ് കത്ത്. പരാതിക്കാരനെതിരായ PMLA കേസിന്റെ വിവരങ്ങൾ മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും പരിശോധന നടത്തിയിട്ടില്ലെന്നും വിജിലൻസ് SP പറഞ്ഞു. നമുക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ 22-ാം തീയതി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസിലേക്ക് ഡീറ്റെയിൽസ് തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ പ്രതികരിച്ചു. ഇഡി ഓഫീസേഴ്സ് നല്ല രീതിയിൽ പ്രതികരിച്ച് അവർ നമുക്ക് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് വല്ല റെക്കോർഡ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ചോദിക്കൂ, അപ്പോൾ ഞങ്ങൾ വേണ്ട നോക്കിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് സ്പെസിഫിക് ആയിട്ട് വേണ്ട റെക്കോർഡ്സ് എന്നൊക്കെയാണ് അത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസേഴ്സ് ഒരു ലെറ്റർ കൊടുക്കാൻ പോയതാണ്. കേസിൽ ഒന്നാം പ്രതിയായ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ നൽകിയ ജാമ്യാപേക്ഷ ജൂൺ 11 പരിഗണിക്കും. തൽക്കാലം ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വിജിലൻസ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. മീഡിയ 1 കൊച്ചി.